ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പം കനക ജലജയോട് തട്ടിക്കയറുകയാണ്. കാരണം വൈൻ കുടിച്ചതിൻ്റെ ആ ഒരു ലഹരിയിലാണ് സംസാരിക്കുന്നതെന്നുള്ള രീതിയിലാണ് കനക സംസാരിക്കുന്നത്. എൻ്റെ നയനമോൾക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവൾ നിങ്ങളെ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൽ മുന്നിലുണ്ടാവുക നിങ്ങളും നിങ്ങളുടെ മോനും തന്നെയാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം ജലജ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ പറയുന്നുണ്ട്, അയ്യോ പല്ലിറുമ്പണ്ട, ആ മാലയെങ്ങനെ എൻ്റെ ബാഗിൽ നിന്നാണ് കണ്ടെടുത്തതെങ്കിൽ പിന്നെ ഞാനിവിടെ ഒരു കള്ളിയാവില്ലായിരുന്നോ? അതും പറഞ്ഞിട്ട് എൻ്റെ മക്കളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടാലോ അല്ലേ? അയ്യോ കഷ്ടം. സാധാരണ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണുങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയ ക്രൂരതയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വൈനല്ല, നല്ല മദ്യം കഴിച്ചിട്ടാണ് നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കേണ്ടത്. അപ്പം ജലജ പറയുന്നുണ്ട്, ശരി ശരി, ഇനി ഈ സംസാരം നമുക്കിവിടെ നിർത്താം. നീ ചെയ്തത് ഞാൻ ആരോടും പറയില്ല, ഞാൻ ചെയ്തതും നീ ആരോടും പറയണ്ട. അത് കേട്ടതും കനക പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് അതിനും മാത്രം വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല. എൻ്റെ കാര്യം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്താണ് ശരിയെന്നാണ് ആദർശേട്ടൻ്റെ മുത്തശ്ശൻ പോലും പറയുള്ളൂ. അത് ജലജയ്ക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം കനക പറയുന്നുണ്ട്, എന്നാലേ നിൻ്റെ കാര്യം അങ്ങനെയല്ല. സ്വർണത്തെ ദൈവമായിട്ട് കാണുന്നൊരു തറവാടായത്. എന്നിട്ടും സ്വർണം മോഷ്ടിച്ചു മറ്റൊരാളെ കുറ്റക്കാരാക്കാൻ അതത്ര നിസ്സാരമായിട്ട് ആദർശമോൻ്റെ മുത്തശ്ശൻ കാണുമെന്ന് നീ കരുതണ്ട. അല്ല, സത്യത്തിലേ ആ അച്ഛനും അമ്മയ്ക്കും തന്നെയാണോ നീ ജനിച്ചത്? എടീ, ജലജ പല്ലിറുമാണ്. അവർ തന്നെയാണോ നിന്നെ വളർത്തിയത്? ജലജ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം കനക പറയുന്നുണ്ട്, അല്ല, നിന്റെ ചരിത്രം ചെറിയ രീതിയിലൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടേ. അത് കേട്ടതും ജലജ ഞെട്ടിത്തരിച്ചിട്ട് കനകയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ അറിഞ്ഞത്? അപ്പോൾ കനക പൊട്ടിച്ചിരിക്കുകയാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നിന്റെ ജന്മത്തിന് എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതേ പിഴവോടുകൂടിയാ നിന്റെ ആ മോനും ജനിച്ചിരിക്കുന്നത്. ജലജക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ കനക പരിഹസിക്കുന്നുണ്ട്, എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ചെന്നിട്ട് എൻ്റെ മക്കളെ ഇവിടുന്ന് പുറത്താക്കാൻ എന്താ അടുത്ത പരിപാടി എന്ന് ആലോചിക്ക്. അപ്പോൾ ജലജ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുമ്പോൾ കനക വിചാരിക്കുന്നുണ്ട്, ഇതൊന്നും പോരടി, നിനക്ക് ഞാൻ ഇനിയും വച്ചിട്ടുണ്ട്. മുത്തശ്ശൻ പത്രം വായിച്ചുകൊണ്ട് ഉമ്മറത്തിരിക്കുകയാണ്. തൊട്ടരികിലായിട്ട് മുത്തശ്ശിയും. അങ്ങോട്ടേക്ക് നയന ചായയും കൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയാണ്, മോളെ കല്യാണമൊക്കെ അടുക്കാറായില്ലേ, അതുകൊണ്ട് ഗോവിന്ദനോടും നന്ദുവിനോടും ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ പറ. അത് കേട്ടതും നയന ആകെ ഡെസ്പാവുകയാണ്. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, അത് ശരിയാ, ഇനി ഗോവിന്ദന് പറ്റില്ലെങ്കിൽ നന്ദുവിനോടെങ്കിലും വന്ന് നിൽക്കാൻ പറ. ആ കുട്ടി ഇവിടെ വന്നു പോവുക എന്നല്ലാതെ ഒരു ദിവസം പോലും ഇവിടെ നിൽക്കുന്നില്ലല്ലോ. കല്യാണമാവുമ്പോൾ ഏതെങ്കിലുമൊക്കെ പയ്യന്മാർ വന്നും പോയിരിക്കും. നന്ദുവിന് 10-21 വയസ്സായില്ലേ. അപ്പോൾ ഏതെങ്കിലും പയ്യന്മാർക്ക് ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ട നമുക്കത് ആലോചിക്കാലോ, മുത്തശ്ശി പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അവൾക്ക് ഉടനെയൊന്നും കല്യാണം വേണ്ടെന്നാ പറയുന്നേ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആളൊറ്റയ്ക്ക് നിന്നിട്ട് 4-5 പേരെയൊക്കെ അടിച്ചോടിക്കുന്ന ആളല്ലേ. അവൾ ചെറുപ്പത്തിലെ ബ്ലാക്ക് ബെൽറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്, അവൾക്ക് ബ്ലാക്ക് ബെൽറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നയന അഭിമാനത്തോടെ പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെ കെട്ടുന്നതും അതുപോലെയൊക്കെ അറിവുള്ള ആളായിരിക്കണമല്ലോ. അപ്പം നയന പറയാണ്, എന്ന് വെച്ച് കുഴപ്പക്കാരിയൊന്നുമല്ല, ആളൊരു പാവാ, അവൾ ആരെയും അങ്ങോട്ട് പോയി തല്ലാറില്ല, തെറ്റ് കാണുമ്പോഴാ പ്രതികരിക്കുന്നേ. അപ്പം മുത്തശ്ശിയും സന്തോഷത്തോടെ പറയാണ്, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇതൊക്കെ പഠിക്കണം, അങ്ങനെയേ ജീവിക്കാൻ പറ്റൂ. നിയമവും ശക്താ, പെൺകുട്ടികൾക്കെതിരെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നൊക്കെ അറിയാം. എങ്കിലും കുറ്റകൃത്യങ്ങൾ കുറയുന്നുണ്ടോ? ആർക്കും ആരെയും ഇപ്പോൾ പേടിയില്ലാതായിരിക്കുക. നല്ലൊരു വക്കീൽ വിചാരിച്ചാൽ അധിക കാലമൊന്നും ഒരുത്തനും അകത്ത് കിടക്കേണ്ടി വരില്ല. അത് കേട്ടിട്ട് മുത്തശ്ശനും പറയുന്നുണ്ട്, അത് ശരിയാ, അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ പെൺകുട്ടികൾക്ക് പ്രതികരണശേഷി ഉണ്ടാവുന്നത് നല്ലതാ. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ വീട്ടിലേക്ക് പോകണമെന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു, ഒരുപാട് ദിവസമായില്ലേ ഇവിടെ വന്നിട്ട്. ഇനി എന്തായാലും നവ്യമോളെയും കൂട്ടിയിട്ട് പോയാൽ മതി. മോളുടെ അമ്മ വന്ന ശേഷമാ നവ്യമോൾക്ക് അടുക്കും ചിട്ടയും വന്നതെന്നാ ഇയാൾ പറയുന്നത്. അപ്പം മുത്തശ്ശിയും പുഞ്ചിരിച്ചോട് പറയാണ്, അത് സത്യ, അതിനുശേഷം ഭക്ഷണത്തിന് പോലും ഒരു നിയന്ത്രണമുണ്ട്. അതിനു മുമ്പ് കഴിക്കുന്നതിനൊന്നും ഒരു സമയവും കൃത്യനിശ്ചയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവർ ഓർത്തതുപോലെ പറയാണ്, അതൊക്കെ പോട്ടെ മോളെ, ഈ അനി ഇപ്പോഴും കല്യാണമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടല്ലേ. മോളോട് അതേപ്പറ്റി അനി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അവൻ്റെ മനസ്സിൽ ആരോ ഉണ്ടെന്നാണ് ആദർശ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് അവൻ്റെ അച്ഛനും അമ്മയും പറയുന്നത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതേപ്പറ്റി ഇദ്ദേഹം ഒന്നും ചോദിക്കാത്തത് എന്താ? എൻ്റെ വസുന്ധരെ, ഞാൻ എൻ്റെ കൊച്ചുമക്കളിൽ 3 പേരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾക്ക് തന്നെ കല്യാണം കഴിക്കാമെന്ന്. പക്ഷേ ഇവിടെ ഞാൻ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തുപോയി. ഒരു കാരണവശാലും ഇനിയത് മാറാനാവില്ല. അതുമാത്രമല്ല, ആ പെൺകുച്ചി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അനിയെ. അതിനങ്ങനെ ഒരു മോഹം കൊടുത്തിട്ട് അവൻ അവൻ്റെ മനസ്സിലെ പെൺകുട്ടിയെ പറഞ്ഞാൽ ഒരിക്കലും ഇനി അത് നടക്കില്ല. പിന്നെ നടക്കും, എന്നെ കൊന്നിട്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളോടൊപ്പം നയന പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലല്ലോ മുത്തശ്ശ.
ഞാൻ അനിയോട് വളരെ സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റേതായ മാറ്റവും അവനുണ്ട്. എങ്കിലും അവൻ്റെ മനസ്സിലുള്ള കുട്ടി ആരാണെന്ന് മോളോട് പറഞ്ഞിരുന്നോ? മുത്തശ്ശി ചോദിക്കുകയാണ്. ഏയ്, അതൊന്നും എന്നോട് പറഞ്ഞില്ല. അവൻ അങ്ങനെ പെൺകുട്ടികളുടെ പിന്നാലെ പോകുന്നൊരു സ്വഭാവം ഇല്ലായിരുന്നു. പിന്നെ അവൻ ആകെ കൂട്ടുള്ളത് മോളുടെ അനിയത്തിയുമായിട്ടാ. രണ്ടുപേരും ഇവിടുത്തെ മരുമക്കളായതുകൊണ്ട് ഇനി നന്ദുവിനെ കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന് അനി ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് നന്ദുവും. അത് കേട്ടപ്പോൾ തന്നെ നയന പറയുന്നുണ്ട്, അതെ. അപ്പം മുത്തശ്ശി പറയാണ്, അവർ തമ്മിൽ നല്ല അടുപ്പമുള്ള സ്ഥിതിക്ക് മോള് നന്ദുവിനോടൊന്ന് ചോദിക്കണം അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന്. ഒരുപക്ഷെ അവൾക്കത് അറിയായിരിക്കും. അപ്പോൾ നയന ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? അവൻ്റെ മനസ്സിൽ ഇനി അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിലും ഇനി ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി അതാരാണെന്ന് എനിക്ക് അറിയുകയും വേണ്ട. ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടണം. തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടക്കും. അവിടെ കല്യാണപ്പെണ്ണിന് മാറ്റമുണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് മുത്തശ്ശ വേണ്ടത്. നയനയും പറയുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടുന്ന് പോകുമ്പോൾ നയന ചിന്തിക്കുകയാണ്, മുത്തശ്ശൻ്റെ നിലപാടിതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തത് 100% ശരിയായ കാര്യം തന്നെയാണ്. അതേസമയം നന്ദാവനത്തിൽ അനിയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് നന്ദു. അനി പറഞ്ഞ വാക്കുകൾ, കാരണം അവൾക്ക് എന്നോട് സ്നേഹമല്ല ഉള്ളത്, പിടിവാശിയാണ്. എന്നെ അവളുടെ വരുതിയിലാക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം നന്ദു അന്ന് പറയുന്നുണ്ട്, എന്നെ ധർമ്മസങ്കടത്തിലാക്കാതെ അനിയൊന്ന് പോവാൻ നോക്ക്. അപ്പോൾ എന്നെ വിഷമിപ്പിച്ചിട്ട് പോവാണല്ലേ? അനിയും ചോദിക്കുന്നുണ്ട്. അതൊക്കെയാണ് നന്ദുവിൻ്റെ മനസ്സിലപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫോണിൽ നയനയുടെ കോള് വരുന്നുണ്ടായിരുന്നു. അവളെടുത്തപ്പോൾ തന്നെ നയന പറയുന്നുണ്ട്, എന്താ മോളെ നിനക്കൊരു ഉഷാറില്ലാത്തത്? എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. നീ ഇങ്ങോട്ടേക്ക് വരുന്നോ? അത് കല്യാണത്തിൻ്റെ തലേ ദിവസം വന്നാൽ പോരെ? അതിനു മുമ്പ് വന്നാൽ എന്താ കുഴപ്പം? ഇവിടെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ചേച്ചി. അച്ഛനാ പറഞ്ഞത് നിന്നോട് ഇങ്ങോട്ടേക്ക് വരുന്നോ എന്ന് ചോദിക്കാൻ. പിന്നെ അച്ഛൻ അവിടെ കടയിൽ പയ്യൻ വന്ന് കൂട്ടുകിടക്കുമല്ലോ. പോരാത്തതിന് ഭക്ഷണം വേണമെങ്കിൽ അയലത്തെ ചേച്ചി ഉണ്ടാക്കി കൊടുക്കുമല്ലോ. മാത്രമല്ല അച്ഛനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ. എന്തിനാ ചേച്ചി അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നേ? നന്ദു പറയാണ്. അത് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. നയന പറയുന്നുണ്ട്, നീ വിഷമിച്ചിരിക്കുന്നതാ എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പം നന്ദു ചൂടാവുകയാണ്. ആര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സുമായിട്ട് കറങ്ങുന്നുണ്ടല്ലോ. അതിടയ്ക്ക് അനിയും കണ്ടതാ. അപ്പം നയന സങ്കടത്തോടെ പറയാണ്, മോളെ നീ എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി നന്നായി അഭിനയിക്കുന്നുണ്ട്. എങ്കിലും വീട്ടിനകത്ത് കയറിക്കഴിഞ്ഞാൽ നിനക്ക് മൊത്തത്തിലൊരു മൂകതയാ. അത് അച്ഛന് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ഇങ്ങോട്ടേക്ക് വരാൻ. എന്തായാലും ഞാൻ തലേ ദിവസമേ വരുന്നുള്ളൂ, അതിനു മുമ്പൊന്നും വരുന്നില്ല. നന്ദു പറയാണ്. എങ്കിൽ നീ ആക്റ്റീവ് ആവണം, എങ്കിലേ നമ്മുടെ അച്ഛന് സമാധാനം കിട്ടൂ. നയന പറയാണ്. നന്ദു കോള് കട്ട് ചെയ്തപ്പോഴേക്കും പിന്നിൽ ഗോവിന്ദൻ ഉണ്ടായിരുന്നു. അയാൾ ചോദിക്കുകയാണ്, ആരാ മോളെ? നയനേച്ചിയാ. ഞാനിവിടെ വിഷമിച്ചിരിക്കുകയാണെന്ന് അച്ഛൻ അവിടെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ആ, അതല്ലേ സത്യം. എന്തിനാ അച്ഛാ അതൊക്കെ അവരെ വിളിച്ച് പറയുന്നത്? അവിടെ എല്ലാവരും കല്യാണത്തിൻ്റെ ടെൻഷനില്ല. അതിനിടയ്ക്ക് എന്തിനാ അവർക്ക് അനാവശ്യമായ ടെൻഷൻ കൊടുക്കുന്നത്? നിന്റെ അമ്മ ഒരു ദിവസത്തിൽ ഒരുപാട് തവണ ഇങ്ങോട്ടേക്ക് വിളിക്കും. ആ സമയത്ത് അവളോട് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. ഒരുപക്ഷെ അവളായിരിക്കും നയനോട് ഈ വിവരം അറിയിച്ചത്. അപ്പം നന്ദു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മ എന്തെങ്കിലും അറിഞ്ഞാൽ പൊടിപ്പും തൊങ്ങലും വെച്ചൊരു 10 ഡിഗ്രി കൂട്ടിയേ പറയുള്ളൂ. നീ അങ്ങോട്ടേക്ക് പോയിക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ? ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. എന്തിനാ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്? നേരത്തെ അനിയുള്ളിടത്തേക്ക് പോകുന്നത് ആർക്കും ഇഷ്ടമല്ലായിരുന്നല്ലോ. അത് ശരിയാ. എങ്കിലും അവിടെ നിന്റെ അമ്മയും ചേച്ചിമാരും ഉള്ളതുകൊണ്ട് നിനക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരില്ല. അനാവശ്യ ചിന്തകളൊന്നും മനസ്സിലേക്ക് കയറി വരത്തുമില്ല. അച്ഛാ പ്ലീസ്, വെറുതെ എന്നെ ഉന്തിത്തള്ളി വിടാൻ നോക്കണ്ട. ഞാൻ എന്തായാലും കല്യാണത്തിൻ്റെ തലേ ദിവസമേ പോകുന്നുള്ളൂ. നന്ദു ഉറച്ച തീരുമാനത്തിൽ പറയുകയാണ്. അതേസമയം അനന്തപുരിയിൽ ആദർശ് ഭയങ്കര സന്തോഷത്തിലാണ്. മുത്തശ്ശൻ്റെ കൂടെ ഇരുന്നിട്ട് കണക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് അവൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്, 2020 സെയിലിൽ നഷ്ടത്തിലേക്ക് പോയതിനു ശേഷം ഇപ്പോൾ ഈ ജൂൺ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നത്. ഈ ജൂൺ മാസം മൂർത്തീസ് ജ്വല്ലറിയുടേതാണെന്ന് പറയാമല്ലേ? അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്. അതെ, ആദർശ് സന്തോഷത്തോടെ പറയാണ്. അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ടായിരുന്നു, മുത്തശ്ശനുള്ള ലൈമും ആദർശനുള്ള ചായയുമായിട്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഏതു നേരവും എനിക്ക് ചായ വേണ്ട, കട്ടനായാലും കൊള്ളാം. പാലൊത്തിരി കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നവനല്ലേ, അങ്ങനെയുള്ളവർക്ക് എന്തും കുടിക്കാം, എന്തും കഴിക്കാം. അങ്ങോട്ടേക്ക് വന്നിട്ട് ജയൻ സന്തോഷത്തോടെ പറയാണ്, നയന മോൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. മോൾക്ക് മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും. എന്താടാ? മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഈ വീട്ടിലെ മറ്റുള്ളവരൊക്കെ എവിടെ? അങ്ങോട്ടേക്ക് ദേവയാനി ജലജയൊക്കെ വരുന്നുണ്ടായിരുന്നു. ദേവയാനി, ഈ വിവരം നയന മോൾക്കൊപ്പം ആദ്യം തന്നെ അറിയേണ്ടത് നീയാ. എന്ത് വാർത്ത? ദേവയാനി ചോദിക്കുകയാണ്. അതിപ്പോൾ TV-യിലൊക്കെ വരും. മോളെ ഇൻ്റർവ്യൂ ചെയ്യാൻ മീഡിയക്കാരൊക്കെ വരും. ആർക്കും കാര്യം മനസ്സിലാവുന്നില്ല. എല്ലാവരും സംശയത്തോടെ ജയനെ നോക്കുമ്പോഴേക്കും കനകയും അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കൂടെ കണ്ടപ്പോൾ ജയൻ പറയാണ്, കേൾക്കേണ്ടവരെല്ലാം എത്തിയല്ലോ, എങ്കിൽ പറയാം. ഓൾ ഇന്ത്യ ഡിസൈൻ കോമ്പറ്റീഷനിൽ ഏറ്റവും നല്ല ഡിസൈനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നയന മോളുടെ ഡിസൈനാണ്. എല്ലാവരും അതിശയത്തോടെ നിൽക്കുകയാണ്. അപ്പം ജയൻ പറയുന്നുണ്ട്, കുറച്ചു മുമ്പാ അവാർഡ് കമ്മിറ്റിക്കാർ എന്നെ വിളിച്ച് ഈ വിവരം അറിയിച്ചത്. എല്ലാവരും സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. ആ സമയത്ത് ദേവയാനിയുടെ ജലജയുടെ മുഖത്ത് മാത്രം നീരസം ഉണ്ടായിരുന്നു.
അപ്പം നയനയെ കനക കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെ മുത്തശ്ശനും അവളെ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അഭി വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ? അതൊന്നും നീ ഇപ്പോൾ അറിയണ്ട. ഇപ്പോൾ നമ്മൾ കൈ കൊടുക്കാതിരുന്നാൽ നമുക്ക് അസൂയാണെന്ന് കരുതും. അതുകൊണ്ടേ കൈ കൊടുത്തേക്ക്. അതിൻ്റെ കാരണം എന്താ? നീ കൈ കൊടുക്ക്, അതിനുശേഷം കാരണം പറയാം. ജലജയും മകനും കൂടി പിറുപിറുത്തോടാണ് സംസാരിക്കുന്നത്. അമ്മയും മുത്തശ്ശനും നയനെ അനുഗ്രഹിച്ചതിന് ശേഷം പിന്നീട് നേരെ വന്നത് ദേവയാനിയായിരുന്നു. അവർ നയനയുടെ അരികിൽ വന്നിട്ട് അവളുടെ കൈയെടുത്ത് വെച്ചിട്ട് കൺഗ്രാറ്റ്സ് പറയാണ്. എല്ലാവരും അതിശയത്തോടെയാണ് അത് നോക്കി നിൽക്കുന്നത്. ദേവയാനി പക്ഷേ ചിരിച്ചിട്ടൊന്നുമില്ല, അവിടുന്ന് മാറിപ്പോവുകയാണ്. ആ സമയത്ത് പിന്നാലെ വന്നിട്ട് ജലജയും കൺഗ്രാറ്റുലേഷൻ നയന മോളെ, താങ്ക് യു. എടത്തി കൺഗ്രാറ്റ്സ് അഭിയും പറയുന്നുണ്ട്. അവൾ അതിനും താങ്ക്സ് പറയാണ്. ആ സമയത്ത് നയന ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എന്താ എനിക്ക് കൈതരാത്തേ? എന്നെ അഭിനന്ദിക്കാതെ ആദർശേട്ടൻ മാറിയിരിക്കുന്നത് എന്താ? അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളി വിവരം ഗോവിന്ദനെയും നന്ദുവിനെയൊക്കെ വിളിച്ചു പറ, അവരും സന്തോഷിക്കട്ടെ. മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ക്വാളിറ്റിയുള്ള സ്വർണം കൊടുത്തതിൻ്റെ പേരിലാണ്. എന്നാൽ ഇങ്ങനെ ഒരു അവാർഡ് ആദ്യമായിട്ടാ. ആ സമയത്ത് ജയനും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, മിക്കപ്പോഴും മറ്റ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരാ ഈ അവാർഡ് തട്ടിക്കൊണ്ട് പോവാറ്. അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരസ്യം തന്നെയാണ്. നാളെ പത്രത്തിലോ ടി വിയിലൊക്കെ ഈ വാർത്ത വരുമ്പോൾ മോളുടെ ഫോട്ടോ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഇനി എന്തിനാണ് സെലിബ്രിറ്റീസിനെ വിളിച്ചിട്ട് നമ്മൾ പൈസ കളയുന്നത്? ഡിസൈനർ തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ബോർഡ് എഴുതിയിട്ട് മോളുടെ ഫോട്ടോ വെച്ചൂടെ? മുത്തശ്ശൻ പറയാണ്. അതെ, അതാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോഴേക്കും ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു മീഡിയക്കാരൻ വിളിച്ചിട്ട് നയനയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണ്. നയനയുടെ കനകയുടെയൊക്കെ മുഖത്ത് ഭയങ്കര സന്തോഷം എന്നറിയാണ്. അതേസമയം ദേവയാനിക്കും ജലജക്കും അഭിക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എങ്കിൽ നന്നായിട്ട് ഒരുങ്ങും മോളെ. എടാ ആദർശേ, ഇനി മോളുടെ പേരിലായിരിക്കും നീ അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ദേവയാനിയോടും പറയുന്നുണ്ട്, അവനോട് മാത്രമല്ല നിന്നോടും കൂടിയാണ്. ഇനി നയന മോളുടെ അമ്മായി അമ്മ എന്നത് അപമാനമായിട്ടല്ല അഭിമാനമായിട്ടാണ് കാണേണ്ടത്. അതൊന്നും ദേവയാനിക്ക് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. ചായ കുടിച്ചതിന് ശേഷം ആദർശ് നയനയോട് പറയാണ്, എങ്കിൽ വാ, സമയം കളയണ്ട. അതിനുശേഷം മുത്തശ്ശൻ ചോദിക്കുകയാണ്, നവ്യക്ക് ഇത്തരം കഴിവൊന്നും കിട്ടിയിട്ടില്ല കനകെ. അവൾ ഒന്നിനും ശ്രമിച്ചിട്ടില്ല. ശ്രമിക്കായിട്ടല്ല, അവളെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല. നയനമോള് കുട്ടിക്കാലം മുതൽ അച്ഛനെ പറ്റിച്ചേർന്ന് നടന്നിട്ടുള്ളത്, അതിൻ്റെ ഗുണമാണ് അവൾക്ക് കിട്ടിയത്. അതേസമയം ദേവയാനി ദേഷ്യത്തോട് ഓർക്കുന്നുണ്ടായിരുന്നു ആദർശ് അന്ന് നയനക്ക് മുല്ലപ്പൂ വാങ്ങിക്കൊടുത്ത ആ ഒരു ഭാഗം. അന്ന് അവനത് അവളുടെ തലയിൽ ചൂടിക്കൊടുത്തതിന് ദേവയാനി ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയതാണ്. എങ്കിൽ പിന്നെ മുല്ലപ്പൂ കൊണ്ടൊരു ഇത് തന്നെ നടത്തുക, അവൾക്ക് തുലാഭാരം തന്നെ നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ആദർശിനെ പരിഹസിച്ചതാണ്. ഇന്ന് അതൊക്കെ വീണ്ടും ഓർക്കും തോറും ദേവയാനിക്ക് അരിശം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മുറിയിൽ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്ന നയനക്ക് ആദർശ് ബാഗ് തുറന്നിട്ടൊരു സാരി എടുത്ത് കൊടുക്കുകയാണ്. നയന അന്തം വിട്ട് നിൽക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, മീഡിയക്കാർ വരുമ്പോൾ ഈ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ഈ ഉടുത്ത സാരി തന്നെ പോരേന്ന്. അത് പോരാ, നന്നായിട്ട് വേണം നിൽക്കാൻ. ഞാനന്ന് ബിസിനസ് മീറ്റിങ്ങിന് പോയപ്പോൾ നീയല്ലേ എനിക്കന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നത്. അതിന് ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താ നിനക്ക് ഞാൻ പറഞ്ഞതനുസരിച്ചാൽ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആദർശേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ല. നയന ആ സാരി വാങ്ങിക്കുകയാണ്. പിന്നെ നന്നായി പെർഫോം ചെയ്യണം. അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ നന്നായി മറുപടി പറയണം. അപ്പം നയന പറയുന്നുണ്ട്, എനിക്ക് പക്വത ഇത്തിരി കുറവാണ്. പിന്നെ അതുള്ള ഒരാൾ കൂടെയുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം നയന ചിന്തിക്കുന്നുണ്ട്, എല്ലാവരും എന്നെ അഭിനന്ദിച്ചു, പക്ഷെ എൻ്റെ ഭർത്താവ് മാത്രം അത് ചെയ്യുന്നില്ല. എന്നിട്ട് എന്നോട് സാരി മാറാൻ പറയുക. എൻ്റെ ഈ നേട്ടത്തിൽ ശരിക്കും ആദർശേട്ടന് സന്തോഷമുണ്ടോ? നയന ചോദിക്കുകയാണ്. എൻ്റെ പേരും കൂടി ഇനി പത്രത്തിലും ചാനലിലും ഒക്കെ വരാൻ പോവുമല്ലേ? ആദർശ് പറയുന്നുണ്ട്. നയന ആദർശ്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട്. എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. എടി, പിന്നെ ഞാനെന്തിനാ ഈ സാരിയൊക്കെ നിന്നോട് എടുക്കാൻ പറയുന്നത്? എന്തോ ഈ നയന ആദർശ് എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം ഭാര്യയുടെ പേരിൻ്റെ കൂട്ടത്തിൽ തൻ്റെ പേരും കൂടി ചേരുമ്പോൾ ആ ഒരു ഭംഗി വേണമെന്നൊക്കെ ആഗ്രഹിക്കില്ലേ? അങ്ങനെയാ എനിക്ക് തോന്നിയത്. അപ്പോൾ ആദർശ് തർക്കിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും നീ പോയി സാരി എടുത്തിട്ട് വാ, ഞാനൊന്ന് കാണട്ടെ. ആദർശ് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നയനക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.